നഴ്സിംഗ് ഡയറക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ +2 എക്സാംസ് എല്ലാം കഴിഞ്ഞ് റിസൾട്ട് വെയിറ്റിംഗ് ആയിട്ട് നിൽക്കുവാണ്. ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്കറിയാം, എല്ലാ ദിവസവും നിരവധി കോളുകളായിരിക്കും ഒരുപക്ഷെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ നിരവധിയായിട്ടുള്ള ഏജന്റുമാർ അല്ലെങ്കിൽ കോളേജിന്റെ റെപ്രസെന്റേറ്റീവ് എന്നൊക്കെ പറഞ്ഞ് നിരവധി ആൾക്കാർ ഒരുപക്ഷെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വരികയോ അല്ലെങ്കിൽ കോൾ ചെയ്യുകയോ ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങളുടെ അഡ്മിഷൻ പ്രോസസ്സിനെ കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക, കോളേജുകളെ കുറിച്ച് മനസ്സിലാക്കുക. ഞാൻ പല വീഡിയോയിലും സൂചിപ്പിക്കുന്ന അനുസരിച്ച് കേരളത്തിലായാലും കേരളത്തിന് പുറത്തായാലും നമ്മൾ കോളേജുകൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചു മാത്രം അഡ്മിഷൻസ് എടുക്കുക. അപ്പോൾ പല കുട്ടികളും പേരൻസും എന്നോട് പറഞ്ഞതനുസരിച്ച് നിരവധി ട്രാപ്പുകളിലേക്ക് നിങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിൽ ഏറ്റവും വലിയൊരു ട്രാപ്പാണ് കേരളത്തിൽ അഡ്മിഷൻസ് ലഭിക്കും എന്നുള്ള രീതിയിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് 50,000 25,000 ഒക്കെ വാങ്ങി നിങ്ങൾക്ക് ഡൊണേഷൻ മുഖേന നിങ്ങൾക്ക് അഡ്മിഷൻസ് കിട്ടുക എന്നുള്ളത്. അപ്പം പല കോളേജുകളിലും ഈ പറയുന്ന രീതിയിൽ ഡൊണേഷൻ വാങ്ങി കൃത്രിമമായിട്ട് സ്റ്റാൻഡ് അലോൺ കോളേജുകളാണ് കൂടുതൽ ആ ഒരു പ്രോബ്ലംസ് നേരിടാൻ സാധ്യതയുള്ളത്. അപ്പോൾ ആ കോളേജുകളിൽ ഉയർന്ന ഫീസിൽ തന്നെ നിങ്ങളെ മാർക്കുകൾ കൃത്രിമമായി കാണിച്ച് നിങ്ങളെ അഡ്മിഷൻസ് എടുക്കാനായിട്ട് അവരെ സഹായിച്ചെന്ന് വരാം. പല കോളേജുകളും ഈടാക്കുന്ന ഏകദേശം 6 ലക്ഷം മുതൽ 10 ലക്ഷം വരെ ഡൊണേഷൻ വാങ്ങിയാണ് അഡ്മിഷൻസ് നേടിക്കൊടുക്കുന്നത്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അഡ്മിഷൻ പ്രോസസ്സുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന ഡോക്യുമെന്റ് കാര്യങ്ങളെല്ലാം വെരിഫിക്കേഷൻ ആയിട്ട് യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ അഡ്മിഷൻ ഫീ റെഗുലേറ്ററി കമ്മിറ്റിയുടെ മുന്നാകെ ഈ അഡ്മിഷന്റെ ബന്ധപ്പെട്ട ഡോക്യുമെന്റുകൾ കാര്യങ്ങളൊക്കെ സമർപ്പിക്കാനുണ്ട്. അപ്പോൾ കേരളത്തിൽ ഏകദേശം എങ്ങനെയാണ് ട്രെൻഡ്, എത്രത്തോളം മാർക്കുകളാണ് കട്ട് ഓഫ് ആയിട്ട് വരുന്നതൊക്കെ ഏകദേശം ഈ പറയുന്ന ഒരു ധാരണ എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. ഉദാഹരണമായി കഴിഞ്ഞ പ്രാവശ്യം 94-95% ആ ഒരു റേഞ്ചിലായിരുന്നു ജനറൽ കാറ്റഗറി വിഭാഗത്തിൽ മാനേജ്മെന്റ് ആയാലും LBS വഴി ആയാലും കട്ട് ഓഫ് ആയിട്ടുണ്ടായിരുന്നത്. ഒരു പക്ഷേങ്കിൽ ഒരു 90% അതിൽ താഴെ മാർക്കുള്ള കുട്ടികൾക്ക് ഡൊണേഷൻ വാങ്ങി നിങ്ങൾ അഡ്മിഷൻസ് നേടിയതിനു ശേഷം നിങ്ങളുടെ ഡോക്യുമെന്റ് കാര്യങ്ങളെല്ലാം തന്നെ അഡ്മിഷൻ ഫീ റെഗുലേറ്ററി കമ്മിറ്റിയുടെ മുന്നാകെ നമ്മൾ ഏൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അവർ വെരിഫൈ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന രീതിയിൽ ഒരു ബോർഡർ ലൈനിലേക്കാളും വളരെയധികം വ്യത്യാസത്തിലാണ് നിങ്ങളുടെ മാർക്കുകൾ നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് സംശയങ്ങൾ തോന്നുകയും ഇതിന്റെ അഡ്മിഷൻ പ്രോസസ്സുകൾ, അലോട്ട്മെന്റ് പ്രോസസ്സുകളൊക്കെ വ്യക്തമായിട്ട് അവർ ചെക്ക് ചെയ്യുകയും ചെയ്യുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം നിരവധി കോളേജുകളിലാണ് ഈ പറയുന്ന കംപ്ലൈന്റുകൾ വന്നതിന് ശേഷം അഡ്മിഷൻ ഫീ റെഗുലേറ്ററി കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നും അന്വേഷണമൊക്കെ നടത്തുകയൊക്കെ ഉണ്ടായി. അപ്പോൾ NRI സീറ്റ് ആയാലും ഈ പറയുന്നത് പോലെ മാനേജ്മെന്റ് സീറ്റിൽ, പ്രത്യേകിച്ച് സ്റ്റാൻഡ് അലോൺ മാനേജ്മെന്റ് സീറ്റുകളാണെങ്കിലും വ്യക്തമായിട്ട് റാങ്ക് ലിസ്റ്റുകളൊക്കെ കണ്ട് മനസ്സിലാക്കി മാത്രമായിരിക്കും അവർ അഡ്മിഷന് ഒരു കൺഫർമേഷൻ നൽകുക. അഥവാ എന്തെങ്കിലും കൃത്രിമം പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു വർഷവും നഷ്ടപ്പെടുന്നതാണ്. നിങ്ങൾക്ക് കേരളത്തിൽ തുടർന്ന് പഠിക്കുവാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവുകയുമില്ല. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്യുക. അപ്പം എല്ലാവർക്കും എങ്ങനെയെങ്കിലും കേരളത്തിൽ പഠിച്ചാൽ മതി, കേരളത്തിൽ അഡ്മിഷൻ കിട്ടണം എന്നുള്ള ആഗ്രഹിക്കുന്ന കുട്ടികളായിരിക്കാം. പേരൻസ് എങ്ങനെയെങ്കിലും ഫീസുകൾ കണ്ടെത്തി ഈ പറയുന്ന ഡൊണേഷൻസ്, ഉയർന്ന ഡൊണേഷൻസ് ആണെങ്കിലും നൽകി അഡ്മിഷൻ നേടുവാനായിട്ട് അവർ ഒരു പക്ഷേങ്കിൽ ബുദ്ധിമുട്ടിയെന്ന് വരാം. പക്ഷേ പിന്നീട് ഭാവിയിൽ അത് ദോഷം ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അത് വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ കേരളത്തിന് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ നോക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കോളേജുകളെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇപ്പോൾ പല കുട്ടികളും പേരൻസും പറഞ്ഞൊരു കാര്യമാണ്, പല ഏജന്റുമാരും പറഞ്ഞു മംഗലാപുരത്തുള്ള കോളേജ് എന്ന് പറഞ്ഞിട്ടാണ് ഓരോ കോളേജുകൾ കാണിച്ച് അഡ്മിഷൻസ് മേടിക്കുന്നത്. അഡ്മിഷൻ നേടിക്കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അവർ മനസ്സിലാക്കുന്നത് അത് മംഗലാപുരത്ത് നിന്ന് വീണ്ടും 200-300 കിലോമീറ്ററുകൾ ദൂരത്തിലുള്ള കോളേജുകൾ, ഉള്ളിലോട്ടുള്ള കോളേജുകളാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഒരു പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ കോളേജുകളെ കുറിച്ച് ഒരു ധാരണയില്ലാതെ ആരെങ്കിലും പറയുന്നത് കേട്ട് മാത്രം ചാടി കയറി അഡ്മിഷൻസുമായിട്ട് മുന്നോട്ട് പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കർണാടകയിലാണെങ്കിൽ ഇപ്പോൾ KCET അലോട്ട്മെന്റ് ഉണ്ട്. നിങ്ങളൊരു മെഡിക്കൽ കോളേജുകളോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡിമാൻഡുള്ള കോളേജുകളിലേക്കൊക്കെ അഡ്മിഷൻസ് എടുക്കുകയാണെങ്കിൽ ഏജന്റുമാർ പറയുന്നത് പോലെ ഡൊണേഷന് പുറകെ പോകാതെ കറക്റ്റായിട്ട് നിങ്ങൾ KCET ഫോളോ ചെയ്ത് എക്സാംസ് ഫോളോ ചെയ്ത് അതിൻ്റെ അലോട്ട്മെന്റ് പ്രോസസ്സ് കൂടെ ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഡ്മിഷൻസ് ലഭിക്കുന്നതാണ്. ഇല്ലാത്ത പക്ഷം നിങ്ങൾ ഈ പറയുന്നതിൽ പ്രീ ബുക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് 50,000 1 ലക്ഷം വരെയൊക്കെ മേടിച്ച് പല മെഡിക്കൽ കോളേജുകൾ അഡ്മിഷൻസ് കിട്ടും എന്നുള്ള രീതിയിൽ മേടിച്ച് വെക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അങ്ങനെ മേടിച്ച് വെച്ചാൽ പോലും ഒരു പക്ഷേ KCET വഴി അഡ്മിഷൻ വേറെ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സീറ്റുകൾ നഷ്ടപ്പെടാനുള്ള സാധ്യതകളുമുണ്ട്. അവസാനം ഒരു ക്വാളിറ്റി ഇല്ലാത്ത കോളേജിലേക്കൊക്കെ ഈ ഏജന്റുമാർ നിങ്ങളുടെ അഡ്മിഷൻ ട്രാൻസ്ഫർ ചെയ്യാനുള്ള സാധ്യതകളുമുണ്ട്. പല കുട്ടികളും ഇത്രയും അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കാതെയാണ് അഡ്മിഷൻസ് നേടുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾ കേരളത്തിൽ അഡ്മിഷൻസ് നേടുമ്പോഴും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കോളേജുകൾ നിങ്ങളുടെ മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തി ഏറ്റവും മികച്ച കോളേജുകളിലേക്ക് അഡ്മിഷൻസ് നേടുവാനായിട്ട്, കാരണം പല അസോസിയേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ച് ഇപ്പോൾ ചിലപ്പോൾ ക്രിസ്ത്യൻ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റ് അസോസിയേഷനിലാണ് നിങ്ങൾ കൂടുതൽ സാഹചര്യം ഉണ്ടാവുക, സാധ്യതകൾ ലഭിക്കുക. അതുപോലെ റിസർവേഷൻസ് ഉള്ള കാറ്റഗറി ആണെങ്കിൽ LBS വഴിയായിരിക്കും അഡ്മിഷൻസ് ലഭിക്കുക. CBSE IC സ്റ്റുഡൻസ് ആണെങ്കിൽ PNC MAK എന്ന് പറഞ്ഞ അസോസിയേഷൻ വഴി. അപ്പം നിങ്ങളുടെ
ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ച് നിങ്ങൾക്ക് ഏതൊക്കെ റിസർവേഷൻസ്, എത്രത്തോളം പോസിബിലിറ്റി നമുക്ക് ലഭിക്കുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കേരളത്തിൽ അഡ്മിഷൻ ഫോക്കസ് ചെയ്യുന്ന കുട്ടികളെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ഗൈഡൻസ് ഗ്രൂപ്പാണ് നമ്മൾ ഫ്യൂച്ചർ നഴ്സിംഗ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ കാര്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം നിങ്ങൾ അത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് എല്ലാ വീക്കെൻഡ്സിലും അതിൻ്റെ ഗൂഗിൾ മീറ്റ് ക്ലാസ്സുകൾ കാര്യങ്ങളുണ്ടാവും. അതിൻ്റെ വ്യക്തമായിട്ടുള്ള ഓരോ കോളേജുകളെ കുറിച്ച്, പ്രത്യേകിച്ച് കേരളത്തിലെ കോളേജുകളെ കുറിച്ച് വിശദമായിട്ടുള്ള ഡിസ്കഷൻസ് കാര്യങ്ങളുണ്ടാവും. മാത്രമല്ല ഈ പറയുന്ന രീതിയിൽ ഡൗട്ട് ക്ലിയറൻസ് സെഷൻസും നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പാണ് ഫ്യൂച്ചർ നഴ്സിംഗ് ഗ്രൂപ്പ്. അവർക്ക് താല്പര്യമുള്ള കുട്ടികൾക്ക് വൺ ടൈം രജിസ്ട്രേഷൻ ഫീസായ 100 രൂപ അടച്ച് നിങ്ങൾക്ക് ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് അനുസരിച്ചുള്ള ബെനിഫിറ്റ്സ് ലഭിക്കുന്നതായിരിക്കും. രണ്ടാമത്തെ ഒരു കാര്യം, നിങ്ങൾക്ക് കേരളത്തിന് പുറത്തേക്കുള്ള കോളേജുകളെ കുറിച്ചാണ് നിങ്ങൾ മനസ്സിലാക്കുന്നതെങ്കിൽ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഗൂഗിൾ മീറ്റ് ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഫ്രീ ആയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പാണ് അഡ്മിഷൻ ഗൈഡൻസ് ഗ്രൂപ്പ്. അപ്പോൾ തീർച്ചയായിട്ടും ആ അഡ്മിഷൻ ഗൈഡൻസ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇതിൻ്റെ എല്ലാം ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള കുട്ടികൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാം. കാരണം വ്യക്തമായിട്ട് നിങ്ങൾ കോളേജുകളെ കുറിച്ച് മനസ്സിലാക്കുക. അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത്, ഇന്ന് തന്നെ പല കുട്ടികളും പേഴ്സണലി എന്നെ വിളിച്ച പല കുട്ടികളും പറയുന്ന ഒരു കാര്യം, പല ഏജന്റുമാരും പറഞ്ഞ് പേടിപ്പിച്ചു. അതായത് ഈ പറയുന്ന പോലെ +2 ക്യാൻവാസിങ്ങിനൊക്കെ ചെന്ന സമയത്ത്, അല്ലെങ്കിൽ കരിയർ ഗൈഡൻസിന്റെ കാര്യമൊക്കെ ആയിട്ട് പറഞ്ഞ സമയത്ത്, കേരളത്തിൽ അഡ്മിഷൻ വേണമെങ്കിൽ നീറ്റ് നിർബന്ധമാണ്, അതുകൊണ്ട് നീറ്റ് എഴുതിയാലേ കിട്ടത്തുള്ളൂ, നീറ്റ് ഭയങ്കര ടഫാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് കേരളത്തിന് പുറത്തേക്കുള്ള കോളേജുകളിലേക്ക് അഡ്മിഷൻസ് മാറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വ്യക്തമായിട്ട് ഓരോ സംസ്ഥാനത്തും നിലവിലുള്ള സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രം അഡ്മിഷൻസ് എടുക്കുക. കേരളത്തിൽ നീറ്റിന്റെ ആവശ്യമില്ല എന്നുള്ളത് ഞാൻ പല വീഡിയോയിലും റിപ്പീറ്റ് ചെയ്ത ഒരു കാര്യമാണ്. +2 സെക്കൻഡ് ഇയറിലെ മാർക്കിന്റെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി മാർക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന LBS വഴി അഡ്മിഷൻസ് നടക്കുക. അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് 4 സബ്ജക്റ്റുകളുടെ ചേർത്തിട്ടുള്ള മാർക്കുകൾ കണക്കാക്കിയാണ് മാനേജ്മെന്റ് അസോസിയേഷനായിട്ടുള്ള PNC മാക് വഴിയും അതുപോലെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് അസോസിയേഷനായ AMCSFNCK വഴിയൊക്കെ അഡ്മിഷൻ നടത്തപ്പെടുക. അപ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തത മനസ്സിലാക്കിയിട്ട് മാത്രം അഡ്മിഷൻസുമായിട്ട് പോവുക. അപ്പോൾ നഴ്സിംഗ് രംഗത്ത് ഏകദേശം 23 വർഷത്തെ പരിചയസമ്പത്ത് ഉള്ളതുകൊണ്ടാണ് ഞാൻ മാക്സിമം നഴ്സിംഗ് കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സുകളെ കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പാരാമെഡിക്കൽ കോഴ്സുകളെ കുറിച്ചുള്ള ഒരു സീരീസ് നമ്മൾ വരുന്ന ദിവസങ്ങളെല്ലാം തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഓരോ പാരാമെഡിക്കൽ കോഴ്സുകളും ഏതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ, കാരണം നഴ്സിംഗ് എല്ലാവർക്കും താല്പര്യം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നഴ്സിംഗ് താല്പര്യമില്ലാതെ മെഡിക്കൽ ഫീൽഡിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണ് അലൈഡ് ഹെൽത്ത് കോഴ്സുകൾ അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സുകൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ വരുന്ന ദിവസങ്ങൾ പാരാമെഡിക്കൽ കോഴ്സുകളെ കുറിച്ച് വിശദമായിട്ടുള്ള സീരിയസ് ആയിട്ട് നമുക്ക് ചെയ്യുന്നതായിരിക്കും. ഇത് കൂടാതെ തന്നെ പ്രൊഫഷണൽ അഡ്വൈസർ സ്റ്റുഡൻറ് സപ്പോർട്ട് സെല്ലിന്റെ ഭാഗമായിട്ട് നമ്മൾ ഫ്രീ ആയിട്ടുള്ള വെബിനാറുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൺലൈൻ ആയിട്ടുള്ള വെബിനാറുകളാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ നിങ്ങൾ ഫോമുകൾ നൽകിയിട്ടുണ്ട്. ആ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും, അതായത് നിങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഒക്കെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു പേഴ്സണലൈസ് ചെയ്തിട്ടുള്ള, നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് പേഴ്സണലൈസ് ചെയ്തിട്ടുള്ള ഒരു വെബിനാറുകൾ നമ്മൾ സംഘടിപ്പിക്കുവാനായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ ഒരു വെബിനാറിൽ നിങ്ങൾ നഴ്സിംഗ് മാത്രമായിരിക്കത്തില്ല, നഴ്സിംഗ്, പാരാമെഡിക്കൽ കോഴ്സുകൾ, അതുപോലെ തന്നെ ഫാർമസി കോഴ്സുകൾ, പിന്നെ കൂടാതെ തന്നെ മറ്റുള്ള മാനേജ്മെന്റ് കോഴ്സുകളായിട്ടുള്ള BBA, BCom, BCA അങ്ങനെയുള്ള കോഴ്സുകൾ, അത് മാത്രമല്ല ബാക്കിയുള്ള സയൻസ് സബ്ജക്റ്റുകളായിട്ടുള്ള ഫോറൻസിക് സയൻസ്, അതുപോലെ തന്നെ എംബ്രിയോളജി, ജനറ്റിക്സ്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓരോ കോഴ്സുകളുടെയും സാഹചര്യങ്ങളും സാധ്യതകളും നമ്മൾ വ്യക്തമായിട്ട് ഈ പറഞ്ഞ വെബിനാറിൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കരിയർ ഓപ്ഷൻസ് സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതുമായിരിക്കും. അപ്പോൾ അതിനു മുന്നേയായിട്ട് നിങ്ങൾ കരിയർ പാത്ത് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള നിങ്ങൾ കോഴ്സുകൾ സെലക്ട് ചെയ്യുക, അതുപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കോളേജും നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടി മാക്സിമം ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.